ഞാൻ വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനിരുന്നതല്ല, വരേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഇവിടെ നമ്മളോട് ചെയ്യുന്ന പോലെ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ എന്റെ കേസിന്റെ മുമ്പ് വന്ന ആൾക്കാർ വിളിക്കുക. പിന്നെ വളരെ ഒരു കുട്ടനെന്ന് പറയുന്ന അറിയാവൂ, സുബ്രഹ്മണ്യൻ, അവൻ ഇവിടെ വന്ന് ഭയങ്കര പ്രശ്നമായി. രാത്രി കാലത്തിൽ അവന്റെ മോനെ ഇതുവഴി വൈകി നടത്തുക, ഇവിടെ വരുന്ന ആളുകൾ സമയം ഉണ്ടാക്കുക. അത് ഇപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ ക്യാമറ ഇവിടെ ഓഫ് ചെയ്യുക. പല പല ഇതുകൊണ്ട് പല അതുപോലെ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എങ്ങനെയാണ് ഇന്റർഫിയറൻസ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ വൈഫൈ ഓഫ്ലൈൻ ആക്കി നമ്മുടെ ക്യാമറ ഓഫ് ആക്കുക, റെക്കോർഡിങ് ഇല്ലാതാക്കുക. ഞാൻ ഇവിടെയാണ്, ഞാൻ അമ്മയുടെ കൂടെയാണെന്നുള്ളത്, ഞാൻ എനിക്ക് യൂട്യൂബ് ചാനലും ഇതുകൊണ്ട് ഞാൻ എവിടെയാണെന്നും എല്ലാം ഉള്ളത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്, നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമ്മളെ ചുമ്മാതെ ടാർഗറ്റ് ചെയ്ത് പല രീതി അതുപോലെ നമുക്ക് ശരിക്കറിയോ യൂസ് എന്ന് പറയുന്ന സാധനം അറിയാം, ഡയറക്റ്റഡ് എനർജി വെപ്പൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ശരിക്കറിയാവോ? യൂസ് അറിയാവോ? അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊബൈലിനകത്തൊരു ആപ്പ് ഉണ്ട്, അത് ഈ ലേസർ ഉപയോഗിക്കുക, നമ്മുടെ പുതികം കളയുക, നമ്മുടെ മുഖത്തോടെ കാണിക്കുക, നമ്മുടെ ഭയങ്കര തന്നെയോ പോയിസം ഗ്യാസ് കഴിക്കുക. നമ്മൾക്ക് ഇപ്പൊ ഈ വൈകിയ ഓട്ടോ പോയാൽ നമ്മളെവിടെ നിന്നാലും നമ്മുടെ ബുക്കിനകത്തോട്ട് ഈ മണ്ണെണ്ണയുടെ നാട്ടിൽ വെക്കുക. ഭയങ്കര ചളി വെക്കും മഴ കൂടെ എന്തോ ഇതുണ്ട്. ഇതിലുള്ള കടകളൊക്കെ ആഴ്ച എത്ര ഇവിടെ ഒന്നും ആർക്കും തന്നെ ഇവിടെ ഇങ്ങനെ ഇതാക്കുക, പലതും ചെയ്യുക. എനിക്കറിയാം ഇതിന്റെ പിന്നിലുള്ള ഇതൊക്കെ എന്താണെന്നുള്ളത്. ക്യാമറ ഓഫ് ആക്കുക, അതുപോലെ എന്റെ ലാപ്പിന്റെ ലൊക്കേഷൻ ആയിട്ട് ഇരുന്നാലും ലാപ്പിന്റെ ലൊക്കേഷൻ നെടുമങ്ങാട് കൊല്ലം അതൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്. കൊടുക്കാനാണ് ഇത് കുറെ ആൾക്കാർ ഇങ്ങനെ അതുപോലെ അതിങ്ങനെ നമ്മളെ വെച്ച് ടാർഗറ്റ് ചെയ്യുന്നതുപോലെ എന്റെ ഞാൻ കൊടുത്ത വിസയ്ക്ക് വർക്കിക്ക് കൊടുത്ത സാധനം അവർ വിസിറ്റേഴ്സ് വിസ കൊടുത്തിട്ട് വന്നിട്ട് റിജക്ട് ആക്കും. ഉള്ളത് ക്രൈറ്റീരിയ ഉണ്ട്, ഇന്നൊക്കെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം, അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറയാതെ എന്നിട്ടും എംബസി കൊടുക്കുക. കാരണം ഞാൻ ഇതാണ്, എനിക്ക് ടൈപ്പിംഗ് അറിയാം, വളരെ ഞാൻ MBA കഴിഞ്ഞതാണ്, അതെല്ലാം അതുകൊണ്ട് അവര് ഇത് തന്നെ 50,000 അറിയിച്ച് കൊടുക്കുമ്പോൾ തന്നെ അവര് ചാനൽ ലോയേഴ്സിനെ കൊണ്ട് ഇതാക്കും. നമ്മൾ എലിജിബിളാണോ, അപ്പൊ എലിജിബിൾ ആയതുകൊണ്ടാണ് ഫർദർ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ എലിജിബിളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഫർദർ പ്രൊസീഡ് ചെയ്തിട്ട് എനിക്ക് ഇതും പറഞ്ഞതാണ്, എന്താ ഓഫർ ലെറ്റർ വരെ വന്നതാണ്. എന്റെ ഇൻപോർട്ടല്ല ഓഫർ ലെറ്റർ വരെ വന്നിട്ട് എന്തൊക്കെ റിമാൻഡ് ചെയ്തിട്ട് ഇതിനകത്തുള്ളവർ ഈ ഫാമിലിയിലുള്ളവർ തന്നെയാണുള്ളത്. മനസ്സിലായോ? അമ്മ വീട്ടുകാരെ എനിക്കെതിരായിട്ട് അച്ഛൻ വീട്ടുകാരും ഉണ്ട്. എന്നിട്ട് എതിരൊന്ന് മനസ്സിലാവും ആർക്കും എന്റെ സ്വത്ത് വേണ്ടത് എനിക്ക്. ഇവിടെ രാജമുച്ചി നിങ്ങളുടെ വീട്ടിലാരെങ്കിലും 2 ദിവസം ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകൊണ്ട് ആരെങ്കിലും കുത്തിപ്പൊളിച്ചു പോലീസിനെ കൊണ്ട് അകത്ത് അഴിച്ചു പൊളിച്ചകത്ത് കയറുമോ? കയറാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? എനിക്ക് പറയാം. ഇതൊന്നും ശരി അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ രാജനെ എന്ന് പറഞ്ഞ പെണ്ണുപിള്ള എന്തുവാ ഈ രാജന്റെ അത് 2019-20 സംഭവം ഇത്. ഇവര് ഇവിടെ വന്നിട്ട് എന്റെ വീടിനകത്ത് പോലീസിനെ കൊണ്ട് വിത്തൗട്ട് സെർച്ച് വാറന്റാണ് ഇവർ വന്ന്. നമ്മൾ ഒരാളുടെ വീട് സെർച്ച് ചെയ്യണമെങ്കിൽ സെർച്ച് വാറന്റ് കൊണ്ട് വരണം, വേണോ വേണ്ടായോ അറിയാമോ തിരിച്ച്. ഇവര് വന്ന് കുറെ പോലീസുകാരെ കൊണ്ട് വന്ന് കെമിക്കയുടെ മോഹൻ സിംഗും അവരും ഇവരും എല്ലാം കൂടെ വന്ന് കമ്പിയെല്ലാം ഇട്ടെന്റെ താഴെല്ലാം അടിച്ചു കൊടുത്തിനകത്ത് കയറി എന്റെ 1.25 മണിക്കൂർ കൂടി ഇരുന്ന് എന്റെ ക്യാമറ ചക്കറാണ് ചെയ്ത് വെച്ചിട്ട് പല പരിപാടികൾ ചെയ്ത് ഈ കുട്ടൻ അതിന് ശേഷം ഈ കുട്ടൻ എന്ന് പറയുന്നത് ഈ സുബ്രഹ്മണ്യൻ എന്റെ ക്യാമറ ചക്കറും ഇവിടെ എന്തൊക്കെ നടക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നതെല്ലാം കാണുന്നതല്ല, ഇവിടെ കാണില്ല എന്തോ വൈഫൈ ഇട്ട് പാസ്പോർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവ ഇവിടെ ഇരുന്ന് ചെയ്ത പോലീസുകാരുമായിട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇത് ഏതെങ്കിലും വീട്ടിൽ നടക്കുമോ ചേച്ചി? ഇങ്ങനെ ഏതെങ്കിലും വീട്ടിൽ നടക്കുമോ ചേച്ചി വേണം. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ആരുടെ വീട് വന്ന് ചെയ്യുമോ? എന്നിട്ട് ഇവൻ ഈ കുട്ടനെന്ന് പറയുന്നത് ഇവിടെ കവ ഉണ്ടാക്കുമായിരുന്നു. വസ്തു എഴുതി വെച്ചിരിക്കുന്നതാണ്, വസ്തു എഴുതി വെച്ചിരിക്കുന്നത് കാണണം.
ഇവനെന്നും സന്ധ്യക്ക് എന്നെ ഇരിക്കൊണ്ട് റെക്കോർഡല്ല, സന്ധ്യക്ക് 7 മണിയാകുമ്പോൾ ഇവൻ ചീത്ത വിളി തുടങ്ങും. എന്നിട്ട് ഇവൻ വിളിക്കുന്നതാണ്, വസ്തു എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ എനിക്ക് അപ്പോഴേ ഇവൻ എന്തോ പ്ലാൻ ഡിജുപിയും ഇവനും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. ഇവനെന്ന് ഞാൻ എന്റെ വസ്തുവിന്റെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്ന് ഞാൻ നാളെ ഇരിക്കുന്ന കോടതിയിൽ വെച്ച് കഴിഞ്ഞപ്പം ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് എന്തോ ഇവിടെ ഉള്ള ഒരു സച്ചി എന്ന് പറയുന്നത് ഇവൻ ചീത്ത വിളിക്കുക വന്നിട്ട്. അപ്പൊ ഞാൻ എന്നെ കൊല്ലണം, ഓരോരുത്തർക്ക് കൊല്ലണം, എന്റെ വസ്തു എടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഇവിടെ ഒരു കൊലപാതകം ഉണ്ടായിരുന്നു. അവന് പലവോട് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുക, അവരിവിടെയൊക്കെ നടക്കുക, ചില ദിവസം കറണ്ട് കളയുക, എന്നിട്ട് ഇവന്മാരെല്ലാം കൂടി ഇങ്ങനെ കൂടാലോചനയായിട്ട് വീണ്ടും വീടൊക്കെ വന്ന് ഇത് ചെയ്യുക. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എഴുതി വെച്ച് ഇന്ന ആൾക്കാർ എനിക്കെതിരെ ചെയ്യുന്നു, എന്റെ ജീവനും സ്വത്തിനും എന്തെങ്കിലും പറ്റി ഇവന്മാരാണെന്ന് എഴുതിയാൽ പിന്നെ പോലീസ് കേസെടുക്കത്തില്ല, പോലീസിനെ വിട്ടെടുക്കത്തില്ല. എന്റെ വീടിന്റെ സ്ഥിരം മുന്നിൽ ഓരോരുത്തർ വരിക, എന്റെ ഗേറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുക, ഗേറ്റിൽ തുറന്ന് അകത്ത് വരിക, പിന്നെ എന്റെ പേര് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വന്ന് ഹെൽമെറ്റും അന്ന് മാസ്കും ഒക്കെ വെച്ചുകൊണ്ട് വന്നിട്ട് കല്ലെറിയുക, എന്റെ ചെടിച്ചെടി അടിച്ചു കൊടുത്തില്ല. ഇതിനെല്ലാം എന്നെ എഴുതിക്കൊണ്ടില്ല. ഇതൊക്കെ ചെയ്താൽ എഴുതി വെക്കോ ഇല്ലയോ ചേച്ചാ? ഇതെന്തോ വേണം ചിലവരെയൊക്കെ കൊണ്ടേച്ചത് എന്റെ സ്വത്തെല്ലാം എടുത്തു ആരെങ്കിലും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നടത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വക്കീല് പഠിച്ചതാ, മനസ്സിലായോ? എനിക്ക് ബുദ്ധിയില്ലെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു അഡ്വക്കേറ്റ് എനിക്കറിയാം എങ്ങനെ എന്നെ കൊല്ലി വിട്ടാൽ ആളുകൾ വരുമ്പോൾ ചോദിക്കണം ഈ കൊച്ചെന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ്, അപ്പൊ ഇതിന് പിന്നിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ആളുകൾ ചോദിച്ച് ഇത് ചെയ്തവരെ കണ്ടുപിടിക്കാൻ തന്നെ എഴുതി വെച്ചത്. ബുദ്ധിയുള്ളവരാണോ ചെയ്യുന്നത് അല്ലയോ കേസ് പറയണം. ആണോ ഇല്ലയോ? ചേച്ചി ബുദ്ധിയില്ലാത്ത പഴങ്കഞ്ഞികളാണെങ്കിൽ പലരും കൊന്ന അവിടെ കിടന്നു പോകുന്നത്. പക്ഷെ എനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഞാൻ എഴുതി വെച്ച് ഇവിടെ വന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും ഇവിടെ വന്നാൽ നാട്ടുകാർ കാണണം, ഇത് നാട്ടുകാർ ചോദിക്കണം ഇതെന്തായി കൊച്ചിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ഇതൊക്കെ എന്ത് പറ്റി, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ഇവിടെ നിന്ന് കുറെ മാസങ്ങളിൽ ഈ കൊച്ചിനെ തന്നെയാക്കി ഇത് കുറച്ച് ആൾക്കാരുടെ ടാക്ടിക്സ് ആണ്. പിന്നെ തന്നെയാക്കുക, ബന്ധം ഒഴിയുക, കുറച്ച് കാശൊക്കെ എങ്ങനെ ചെറുത് അതൊക്കെ അടിച്ചു മാറ്റി എടുത്തോണ്ട് എന്നെ വെച്ച് കാശൊക്കെ അടിച്ചു മാറ്റി എടുത്തോണ്ട് കൊന്നേം എന്റെ സ്വത്തൊക്കെ പിടിച്ചു പറ്റേ ജീവിക്കാൻ വിചാരിച്ചു ചിലവരൊക്കെ. ജീവിക്കാൻ വിചാരിച്ചോങ്ങനെ അല്ല ഞാൻ പറയാം, പണ്ട് എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ചേച്ചിയൊക്കെ അറിയാവുന്നൊന്നും ആയിട്ടില്ല. അന്ന് നമ്മള് ഇത്ര വലിയ മെച്യൂരിറ്റി ഒന്നും ഇല്ല. നമ്മള് കൊച്ചു പിള്ളേരെ LLB പഠിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. മാസങ്ങൾ 2-3 മാസം കഴിഞ്ഞപ്പോഴേ 7 മാസം കഴിഞ്ഞപ്പോഴേ ഇവനെ ഇതാക്കിയതാ. ഇവനെ